ബന്ധു നിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ രാജിവെച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്നും രാജിവെക്കാൻ തയ്യാറാണെന്നും ജയരാജൻ പാർട്ടി സെക്രട്ടേറിയറ്റിനെ അറിയിച്ചതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ ഉയർത്താനാണ് രാജിയെന്ന് കോടിയേരി പറഞ്ഞു. ജയരാജനും പി.കെ. ശ്രീമതിക്കുമെതിരായ പാർട്ടി നടപടി അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. ഇ.പി. ജയരാജന്റെ രാജി പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയല്ലെന്ന് സീതാറാം യെച്ചൂരി. തെറ്റ് തിരുത്തുന്നത് പക്വമായ നടപടിയെന്നും യെച്ചൂരി. ബി.ജെ.പിയോ കോൺഗ്രസിനെയോ പോലെയല്ല CPM എന്നും യെച്ചൂരി പറഞ്ഞു. Correcting mistakes is never a setback. In fact, that shows the maturity and that shows a different character. And unlike the earlier governments in Kerala or the other parties which have governments in India at the central level, we are a party that correct. In case there is a mistake, the correction is done. Unlike what you have seen either with the BJP government or with the earlier UDF government in Kerala. ജയരാജന്റെ രാജി അന്തസ്സോടെയാണെന്ന് VS അച്യുതാനന്ദൻ. മുൻകാലങ്ങളിൽ പ്രതിഷേധമുണ്ടായിട്ടും രാജിവെക്കാത്തവരുടെ തൊലിക്കെട്ടി മറന്നിട്ടില്ലല്ലോ എന്നും VS പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ? കാരണം ഇതിനു മുമ്പുള്ള അഴിമതിക്കാരെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ വീണ്ടും പ്രക്ഷോഭങ്ങൾ എല്ലാം ഉണ്ടായിട്ടും അവനൊന്നും അനങ്ങിയിട്ടില്ലല്ലോ. അവരുടെ തൊലിക്കട്ടിയുടെ വലിപ്പം ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് അന്തസ്സായിട്ട് രാജിവെച്ചൊഴിഞ്ഞില്ലേ? ക്രമരഹിതമായ ഒരു നടപടിയും അംഗീകരിക്കില്ലെന്ന് SRP. ആ സന്ദേശമാണ് CPM നൽകിയത് എന്നും SRP പറഞ്ഞു. ഇപ്പോൾ കുറേ നടപടികൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ് തുടങ്ങിക്കഴിഞ്ഞു. എന്തു വേണം എന്നുള്ളത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് ജയരാജൻ രാജിവെച്ചതെന്ന് കാനം രാജേന്ദ്രൻ. രാജി ആവശ്യപ്പെടാൻ UDFന് അർഹതയില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെയും മര്യാദയുടെയും അടിസ്ഥാനത്തിൽ ആ സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞു നീക്കാൻ ജയരാജൻ ഒഴിഞ്ഞു നീക്കാൻ തീരുമാനിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചില പ്രതികരണങ്ങൾ കണ്ടു. അത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം 5 വർഷക്കാലം മുമ്പ് ഇവിടെ ധാരാളം വിജിലൻസ് കേസുകളും വിജിലൻസ് പരാമർശനങ്ങളും ഉണ്ടായിരുന്നു. ഒരു മന്ത്രിയെങ്കിലും രാജിവെക്കാൻ സീസറുടെ ഭാര്യ വേണ്ടി വന്നു എന്നുള്ളതാണ്, ഹൈക്കോടതി പരാമർശനം വേണ്ടി വന്നു എന്നുള്ളതാണ് അവരുടെ പാരമ്പര്യം. അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും പറയാൻ UDFന് ഒരു അവകാശമില്ല. എന്നാൽ രാഷ്ട്രീയത്തിലെ ധാർമ്മികത കാത്തുസൂക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് ഇതിലൂടെ തെളിഞ്ഞു. ബന്ധു നിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ രാജിവെച്ചതിലൂടെ അഴിമതിക്കെതിരായ CPIMന്റെയും പിണറായി മന്ത്രിസഭയുടെയും ഉറച്ച നിലപാടാണ് വെളിവാക്കപ്പെടുന്നത്. കുറ്റം ചെയ്തത് ഏത് പ്രബലനായാലും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ.പി. ജയരാജന്റെ രാജി നൽകുന്ന സന്ദേശം. ഇ.പി. ജയരാജന്റെ ഭാര്യ സഹോദരിയായ പി.കെ. ശ്രീമതി MP-യുടെ മകൻ പി.കെ. സുധീറിനെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ മാനേജിംഗ് ഡയറക്ടറാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ജയരാജന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യ ദീപ്തി നിഷാദിനെ കണ്ണൂർ ക്ലേ ആൻഡ് സിറാമിക്സിൽ ജനറൽ മാനേജർ സ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു. ഈ നിയമനങ്ങൾ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതോടെ സുധീറിന്റെ നിയമനം റദ്ദാക്കി. ദീപ്തി നിഷാദ് കഴിഞ്ഞ ദിവസം രാജിവെക്കുകയും ചെയ്തു. എന്നാൽ ഈ നടപടികൾ കൊണ്ട് മാത്രം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് നേരിട്ട നഷ്ടം നികത്താനാകില്ലെന്ന നിഗമനത്തിലായിരുന്നു പാർട്ടിയും സർക്കാരും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ കടുത്ത നടപടി വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് വ്യവസായ വകുപ്പിലെ മുഴുവൻ നിയമനങ്ങളുടെയും വിവരങ്ങൾ കൈമാറാൻ ജയരാജനുമായുള്ള ചർച്ചയിൽ കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഘടകകക്ഷി മന്ത്രിമാർ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ജയരാജന്റെ നടപടി അഴിമതി നിരോധന നിയമപ്രകാരം ചോദ്യം ചെയ്യപ്പെടാവുന്നതാണെന്ന നിലപാട് വിജിലൻസ് ഡയറക്ടർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കോടതിയുടെ മുന്നിലും വിഷയമെത്തി. ഈ സാഹചര്യത്തിലാണ് പാർട്ടിക്കും സർക്കാരിനും താൻ മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് ജയരാജൻ അറിയിച്ചത്. ഇ.പി. ജയരാജന്റെ രാജിയിലൂടെ പിണറായി മന്ത്രിസഭയും CPIMും അഴിമതിക്കെതിരായ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണപക്ഷത്തായിരിക്കുമ്പോഴും നിലപാട് ഒന്നു തന്നെയെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിണറായി മന്ത്രിസഭ. നേരത്തെ കെ ബാബുവിനും KM മാണിക്കുമെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു CPIM. ഇന്ന് അതേ പാർട്ടിയുടെ സർക്കാരിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ വ്യക്തിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലൂടെ പിണറായി സർക്കാർ അഴിമതിക്കെതിരെ വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ്.
പൊളിറ്റിക്കൽ ഡെസ്ക്. UDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി അടക്കം 8 മന്ത്രിമാർ വിജിലൻസ് അന്വേഷണം നേരിട്ടിട്ടും രാജിവെച്ചില്ല. പാമോലിൻ കേസിലാണ് ഉമ്മൻചാണ്ടി വിജിലൻസ് അന്വേഷണം നേരിട്ടത്. അഴിമതി മുതൽ കൈക്കൂലി കേസിൽ വരെ മറ്റു മന്ത്രിമാർ വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം മന്ത്രിമാരായിരുന്ന KM മാണി, K ബാബു, അടൂർ പ്രകാശ്, MK മുനീർ, അനൂപ് ജേക്കബ്, CN ബാലകൃഷ്ണൻ, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം നടന്നത്. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിന്റെ പേരിലോ കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലോ അന്വേഷണം നടന്നപ്പോൾ ആരും രാജിവെച്ചിരുന്നില്ല. ബാർ കോഴക്കേസിൽ ദ്രുതപരിശോധനയും പിന്നീട് വിശദ അന്വേഷണവും പുനരന്വേഷണവും നടന്നെങ്കിലും രാജിവെക്കാൻ KM മാണിയോ രാജി ആവശ്യപ്പെടാൻ ഉമ്മൻചാണ്ടിയോ തയ്യാറായില്ല. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതിയായിരിക്കണമെന്ന ഹൈക്കോടതി പരാമർശത്തെ തുടർന്നായിരുന്നു മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചത്. ബിജു രമേശിന്റെ ആരോപണങ്ങളെ തുടർന്ന് വിജിലൻസ് K ബാബുവിനെതിരെ അന്വേഷണം നടത്തിയെങ്കിലും രാജി ഉണ്ടായില്ല. വിജിലൻസ് കോടതിയുടെ പരാമർശത്തെ തുടർന്ന് K ബാബു രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവിന് സ്റ്റേ വാങ്ങി മന്ത്രിസ്ഥാനം നിലനിർത്തുകയായിരുന്നു. കൈക്കൂലി കേസ് മുതൽ അഴിമതി കേസ് വരെ അടൂർ പ്രകാശിനെതിരെ ഉണ്ടായി. റേഷൻ ഡിപ്പോ അനുവദിക്കാൻ കോഴ വാങ്ങിയ കേസിലാണ് ആദ്യം വിജിലൻസ് അന്വേഷണമുണ്ടായത്. ഭൂമിദാനം, മിച്ചഭൂമി കേസ്, വിദേശയാത്ര എന്നിവയിലും അന്വേഷണമുണ്ടായെങ്കിലും മന്ത്രിപദം അടൂർ പ്രകാശ് ഒഴിഞ്ഞില്ല. അനൂപ് ജേക്കബിനെതിരെ 2 അന്വേഷണമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത്. രജിസ്ട്രേഷൻ അഴിമതിയിലും ഉപഭോക്തൃ ഫോറങ്ങളിലെ നിയമനങ്ങളിലും അന്വേഷണമുണ്ടായിരുന്നു. റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടിന്റെ പേരിൽ MK മുനീറും കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ CN ബാലകൃഷ്ണനും വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു. കളമശ്ശേരിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടതിനെതിരെയാണ് VK ഇബ്രാഹിം കുഞ്ഞ് വിജിലൻസ് അന്വേഷണം നേരിട്ടത്. മന്ത്രിയുടെ ഓഫീസിനെതിരെയും ഗുരുതര അഴിമതി ആരോപണം ഉയർന്നിട്ടും രാജിവെക്കാൻ ഇബ്രാഹിം കുഞ്ഞും തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക്. ലുലു സാരീസും ലുലു ഗോൾഡും ചേർന്ന് സംഘടിപ്പിച്ച വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ബമ്പർ നറുക്കെടുപ്പ് ലുലു സാരീസ് ഷോറൂമിൽ PK ശ്രീമതി MP നിർവഹിച്ചു. നറുക്കെടുത്ത 5 പേർക്ക് 25 പവൻ വീതം കളക്ടർ പീർ മുഹമ്മദ് കൈമാറി. ചെയർമാൻ PP അബ്ദുൽ ഹമീദ്, ലുലു ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജബ്ബാർ, ലുലു സാരീസ് മാനേജിംഗ് ഡയറക്ടർ PK ഹബീബ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.